ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കണ ഇത് കാണിക്കാനാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് പയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ജീരകം ഒരു ചെറിയ സ്പൂണിൽ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി ചുവന്നുള്ളി, പിന്നെ ഇത്ര സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി അത് മത്തങ്ങയും പയറും കൂട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് പയർ ആദ്യം ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ അത് കഴുകി വെച്ചിട്ടുള്ള പയറാണ്. പയർ നമുക്ക് കുക്കറിൻ്റെ പയർ ആദ്യം ഇട്ട് കൊടുക്കാം. നല്ല പയർ വേവുള്ളൂ. മേലെ മത്തങ്ങ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് പയർ വേറെ വേവിച്ചിട്ട് മത്തങ്ങ അതിന് ശേഷം വേവിച്ചാലും മതി. ഞാൻ ഇപ്പോൾ രണ്ടും കൂടിയിട്ടാണ് വേവിക്കുന്നത്. ഈ പയറിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മത്തങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് 1.5 സ്പൂണൊക്കെ മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമുക്കത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതാ മത്തങ്ങയും പയറൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് വരാം.
ഇതിപ്പോൾ മത്തങ്ങി പയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അരപ്പും ഇവിടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്യാസ് ഞാൻ ഓഫാക്കി ഉണ്ടായിരുന്നു. നമുക്ക് ഗ്യാസ് വീണ്ടും കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇടുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു രസമാണ് ഈ എലിശ്ശേരിക്ക്. ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട്. ശർക്കര അവിടെ കിടന്ന് ഉരുകിക്കോളും. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ ഒരു ചെറിയ ലൂസായിട്ടാണ് ഈ എലിശ്ശേരി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കട്ടി രൂപത്തിലും ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ചാറ് പോലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വറവിടാണ് നോക്കാം. വറവിടപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഉണക്കമുളകും ഇട്ട് കൊടുക്കണം. എൻ്റെ ഇപ്പോൾ ഉണക്കമുളക് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കടുകും വേപ്പിൻ്റെ ഇല മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ അത് മത്തങ്ങ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ലൂസ് പോലെയാണ് ആക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് എലിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ ഒരു കട്ടി ഒരു തിക്കായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ അതുപോലെയല്ല ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ച് തേങ്ങ അരച്ചതിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടാണ് ഇങ്ങനെ ആക്കിയത്. നിങ്ങൾക്ക് കട്ടിയിൽ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ചാനൽ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.